നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞു കുരുത്തതിന്റെ പേടി, അതിന് നിനക്ക് ജീവനോടെ കിട്ടുമെന്നുള്ള ഭയം. എന്നാ നീ ഇതും കൂടെ കേട്ടോ, ആ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല. 10 മാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. നീ അങ്ങനൊന്നും പറയരുത്. ഞാനും സ്നേഹിയും ഈ വീടുമല്ല ഇപ്പോ വളരെ സന്തോഷത്തിലാ. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ഇല്ല, അത് നടക്കില്ല. അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ അതിനെ തീർത്തിരിക്കും. എന്താ തല്ലാത്ത? നീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയായിപ്പോയി. ഓഹോ, അപ്പോ എന്റെ വയറ്റില് നീ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്തതോ? അപ്പോഴും ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. പറ്റിയ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വന്നത് നിന്നോട് അപേക്ഷിക്കാനാ. എന്റെ അപേക്ഷ കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എനിക്ക് മറ്റു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയല്ല, സത്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ നെല്ലിശ്ശേരിയിലായിരിക്കില്ല, ജയിലിലായിരിക്കും. നിന്നെ കൊന്നിട്ട്. ധനുഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൈവിട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചെടുത്തുനിന്ന് ഈ കുടുംബം വീണ്ടും സമാധാനത്തിലേക്ക് വന്നു. നന്ദനും സന്ദീപും എല്ലാ പിണക്കങ്ങളും മറന്ന് നിങ്ങൾ രണ്ടുപേരെയും അംഗീകരിച്ചു. സത്യത്തിൽ എന്റെ ആൺമക്കൾ 3 പേരും ചേർന്ന് എന്റെ മോളെ കസേരയിൽ കൊണ്ടിരുത്തി മധുരം കൊടുക്കുന്നത് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ, ആ സന്തോഷം എന്നും ഈ വീട്ടിൽ നിലനിൽക്കണം. സന്തോഷം കുറവാണെന്ന് കരുതി അച്ഛനൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ഇവര് കാരണം എന്തെല്ലാം സന്തോഷം ഉണ്ടാവാൻ പോകുന്നു. ഈ സന്തോഷം ഒരു തുടക്കം മാത്രമല്ലേ, അല്ലേ ധനുഷ്? അച്ഛാ, ഒരു കാര്യം ഞാൻ അച്ഛന് ഉറപ്പു തരാം. എത്ര പ്രതിസന്ധികളിൽ പെട്ടാലും ശരി, എന്റെ മരണം വരെ സ്നേഹയുടെ സന്തോഷം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ കാരണം ഈ വീടിന് ഇനിയൊരു കളങ്കമോ അപമാനമോ ഉണ്ടാവില്ല. ആരെങ്കിലും അതിനെ ശ്രമിക്കുന്നു ഞാൻ അറിഞ്ഞാ എന്റെ ജീവൻ നൽകിയും ഞാനത് തടഞ്ഞിരിക്കും. ഇത് എന്നോടുള്ള വെല്ലുവിളിയാണല്ലേ? ഈ കിളവന് നീ എന്തൊക്കെ വാക്ക് കൊടുത്താലും അതൊന്നും നടപ്പാക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. സമ്മതിക്കില്ലേ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.